വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതും ഒട്ടും തന്നെ കയ്പില്ലാതെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ഇന്ന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇവിടെ 10 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതാണ്. ഓരോ നാരങ്ങേനെ ഞാനിവിടെ 8 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ സാധാരണഗതിയിൽ നല്ല കയ്പുണ്ടാവും. പക്ഷെ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം അച്ചാർ ഇടാണെന്നുണ്ടെങ്കിൽ ഒട്ടും കയ്പുണ്ടാവില്ല. ഇതെന്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ്. ഫ്രണ്ടിന്റെ അമ്മയുടെ റെസിപ്പിയാണിത്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയിലും ഓയിലിലും ഒക്കെ എന്തുകൊണ്ടും നല്ലത് നല്ലെണ്ണയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ 1 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, അതേപോലെ തന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 കാന്താരിമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ നല്ലെണ്ണയിൽ വഴറ്റുന്നത് കൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരുന്നത്. സാധാരണ വെളിച്ചെണ്ണയിലേക്ക് വഴറ്റാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പതഞ്ഞു വരില്ല. പക്ഷെ അച്ചാർ എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകിൽ സ്റ്റവ് ഓഫ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ മുളക് പൊടിയും വേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ അതിലെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നാരങ്ങയിലേക്ക് എരിവൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ഒന്ന് കട്ടിയാവാനുണ്ട്. അപ്പൊ കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. ഇനി ഇതെന്തായാലും ഇരുന്ന് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പൊ ഈ ഒരു സ്റ്റേജ് എത്തണ വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്തിട്ട് പൊടിച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉലുവ പൊടിച്ച് ചേർക്കുമ്പോൾ തന്നെ പ്രത്യേക മണമാണ് വരുന്നത്. അച്ചാറിന്റെ ഒക്കെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മണമൊക്കെ വരും. ഇതാണ് അച്ചാറിന് ടേസ്റ്റ് കൊടുക്കുന്നൊരു പ്രധാന ഇൻഗ്രീഡിയന്റ്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ചൊർക്ക അഥവാ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ ഒരിക്കലും കേടാവില്ല. ഒരുപാട് നാള് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും കുറച്ച് വിനാഗിരി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണുമ്പോഴേ അറിയാം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചില്ല് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ടിന് ഉപയോഗിക്കാൻ പറ്റും. ഒട്ടും തന്നെ കയ്പ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പൊ ഇതേവരെ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.